നമ്മൾ നോർമലി ഒരു ദിവസം എത്ര മണിക്കൂർ ഉറങ്ങാറുണ്ട്? ഇനിയിപ്പോൾ ഉറങ്ങിയാൽ തന്നെ ഒരു 8 മണിക്കൂർ പുറത്തുറങ്ങിയാൽ തന്നെ നമുക്ക് നോർമലി രാവിലെ എഴുന്നേൽക്കുന്ന സമയത്ത് ഭയങ്കര ക്ഷീണമായിരിക്കും. അതേപോലെ നമ്മൾ എത്ര മണിക്കൂർ ഒരു ദിവസം സ്ക്രോൾ ചെയ്യാറുണ്ട്? ഇൻ കേസ് നമ്മളോട് ഒരാൾ ചോദിക്കുകയാണ് അവസാനം കണ്ടൊരു 5 റീല് ഏതൊക്കെയാണെന്ന് ഓർക്കാമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മളെ കൊണ്ട് പറ്റുമോ? ഇനി നമ്മളൊരു ദിവസം എത്ര മണിക്കൂർ വിഷമിച്ചിരിക്കാറുണ്ട്? അല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് വേണ്ടാത്ത കാര്യങ്ങൾ, അല്ലെങ്കിൽ നമ്മൾ ഓരോരോ കാര്യങ്ങൾ ഇങ്ങനെ ചിന്തിച്ച് ഇങ്ങനെ ഓവർ തിങ്കിങ് എന്ന് പറയത്തില്ലേ, നെഗറ്റീവ് തോട്ട്സ്, ഇങ്ങനെയുള്ള കാര്യങ്ങളിലേക്കൊക്കെ പോകാറുണ്ട്. നമ്മളെല്ലാവരെയും കോമൺ ആയിട്ട് അഫക്റ്റ് ചെയ്യുന്നൊരു കാര്യമാണ് നെഗറ്റീവ് തിങ്കിങ് എന്ന് പറയുന്നത്. ഇങ്ങനെയുള്ള നെഗറ്റീവ് തോട്ട്സും തിങ്കിങ്ങും എല്ലാം കഴിഞ്ഞ് നമ്മൾ ഉറങ്ങുമ്പോഴത്തേക്ക് ഏകദേശം 2, 3, 4, 5 ഈവൻ 6 മണി വരെ ആകും. അതായത് ഉറക്കമില്ലാത്തതിൻ്റെ മെയിൻ ഒരു കാരണമെന്ന് പറയുന്നത് നെഗറ്റീവ് തോട്ട്സ് ആണ്, അല്ലെന്നുണ്ടെങ്കിൽ ഇങ്ങനെ നമ്മൾ ആലോചിച്ച് ഓവർ തിങ്കിങ് ആണ്. സോ ഇവിടുത്തെ പ്രോബ്ലം എന്ന് പറയുന്നത് നെഗറ്റിവിറ്റിയും ഇവിടുത്തെ സൊല്യൂഷൻ എന്ന് പറയുന്നത് പോസിറ്റിവിറ്റിയും ആണ്. സോ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എങ്ങനെ നമ്മളൊരു പോസിറ്റീവ് മൈൻഡ് സെറ്റ് ബിൽഡ് ചെയ്തെടുക്കും? സോ ഇന്നത്തെ ടോപ്പിക് എന്ന് പറയുന്നത് ഗ്രാറ്റിറ്റ്യൂഡ് ആണ്, അതായത് പവർ ഓഫ് ഗ്രാറ്റിറ്റ്യൂഡ്. ആദ്യം നമുക്ക് വാട്ട് ഈസ് ഗ്രാറ്റിറ്റ്യൂഡ് നമുക്ക് ജസ്റ്റ് ഒന്ന് ഗൂഗിൾ ചെയ്ത് നോക്കാം എന്താണ് ഗ്രാറ്റിറ്റ്യൂഡ് എന്നുള്ളത്. സോ what is the true meaning of gratitude? Gratitude is when you feel thankful for the good things in your life. This could be stuff people often take for granted, like having a place to live, food, clean water, friends and family. Gratitude is taking a moment to reflect on how lucky you are when something good happens, whether it's small or big. So ഇങ്ങനെയാണ് ഗ്രാറ്റിറ്റ്യൂഡിൻ്റെ ഒരു ഡെഫിനിഷൻ നമുക്ക് ഗൂഗിളിൽ നിന്ന് കിട്ടിയത്. ആക്ച്വലി ഗ്രാറ്റിറ്റ്യൂഡ് എന്ന് പറയുമ്പം നമ്മൾ നന്ദി പറയുക, അല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ താങ്ക്ഫുൾ ആയിട്ടിരിക്കുക. താങ്ക് യു എന്ന് പറയത്തില്ല, അത് നമ്മൾ ഈ ഗ്രാറ്റിറ്റ്യൂഡിൻ്റെ ബേസിസിലാണ്. സോ ബേസിക്കലി താങ്ക് യു എന്ന് പറയുന്നത്, അല്ലെങ്കിൽ നന്ദി ഉണ്ടാവുക, ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് ഗ്രാറ്റിറ്റ്യൂഡ് കൊണ്ട് എന്ന് ഉദ്ദേശിക്കുന്നത്. സോ അക്കോർഡിംഗ് ടു സയൻസ് നമ്മൾ ഒരാൾക്ക് നന്ദി കൊടുക്കുന്ന, അല്ലെങ്കിൽ ഗ്രാറ്റിറ്റ്യൂഡ് കൊടുക്കുന്നതിൽ കൂടുതൽ ഏറ്റവും വലിയ രസമെന്ന് പറയുന്നത് നമുക്ക് ഗ്രാറ്റിറ്റ്യൂഡ് കിട്ടുക എന്നുള്ളതിലാണ്, അതായത് റിസീവ് ചെയ്യുന്നതിലാണ്. അതേപോലെ മുമ്പേ ഞാൻ പറഞ്ഞ പോലെ തന്നെ പർപ്പസ്ഫുള്ളി ഉറക്കമില്ലാതിരിക്കുന്ന ആൾക്കാരുണ്ട്. ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ വർക്ക് ചെയ്യുന്നവർ, പിന്നെ എന്തെങ്കിലുമൊക്കെ ആവശ്യമുള്ള, ഇപ്പോൾ ട്രാവൽ ചെയ്യാനോ അങ്ങനെയൊക്കെ എന്തെങ്കിലും പർപ്പസ്ഫുള്ളായിട്ട് ഇല്ലെന്നുണ്ടെങ്കിൽ. പക്ഷേ ഓപ്പോസിറ്റ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു പർപ്പസും ഇല്ലാതെ നമ്മൾ നമ്മുടെ ഈ നെഗറ്റീവ് മൈൻഡ് കൊണ്ട് ഇങ്ങനെ നമ്മൾ വെറുതെ രാത്രി ഇരിക്കാറുണ്ട്. ഇങ്ങനെയുള്ളൊരു ഫീലിംഗ്, അല്ലെന്നുണ്ടെങ്കിൽ ഇങ്ങനെയുള്ളൊരു സിറ്റുവേഷനിൽ കൂടാണ് നിങ്ങൾ പോകുന്നതെങ്കിൽ ഏറ്റവും വലിയൊരു എക്സാമ്പിൾ എന്ന് പറയുന്നത് നിങ്ങളുടെ മൈൻഡ് സെറ്റ് നെഗറ്റീവ് മൈൻഡ് സെറ്റ് ആണെന്നുള്ളത്. ഇതാണ് അതിൻ്റെ ഏറ്റവും വലിയൊരു എക്സാമ്പിൾ എന്ന് പറയുന്നത്. നമ്മളെല്ലാവരും ഹാപ്പി ആവുന്നത് എപ്പോഴാണ്? അതായത് നല്ല കാര്യങ്ങൾ നമ്മുടെ ലൈഫിൽ സംഭവിക്കുമ്പോഴാണ്. പക്ഷേ നമ്മൾ ഏറ്റവും കൂടുതൽ താങ്ക്ഫുൾ ആവുന്നത് നമ്മുടെ ലൈഫിൽ വലിയ കാര്യങ്ങൾ, നല്ല വലിയ കാര്യങ്ങൾ സംഭവിക്കുമ്പോഴാണ്. സോ നമ്മൾ പറയത്തില്ലേ, ജാവ ഈസ് സിമ്പിൾ ബട്ട് പവർഫുൾ. അതുപോലെയാണ് ഞാൻ ഗ്രാറ്റിറ്റ്യൂഡിനെ കാണുന്നത്. ഗ്രാറ്റിറ്റ്യൂഡ് ഈസ് സിമ്പിൾ ബട്ട് ഹൈലി പവർഫുൾ, ഹൈലി ഫ്ലെയിമബിൾ എന്ന് പറയുന്ന പോലെ ഹൈലി പവർഫുൾ. സോ ഗ്രാറ്റിറ്റ്യൂഡ് എന്താ നമ്മൾ പറഞ്ഞു, അതായത് നന്ദി, അല്ലെന്നുണ്ടെങ്കിൽ താങ്ക് യു എന്ന് പറയുന്നതിനെയാണ് നമ്മൾ ബേസിക് ആയിട്ട് ഗ്രാറ്റിറ്റ്യൂഡ് എന്ന് പറയുന്നത്. ഒരുപാട് ഡെഫിനിഷനിലോട്ടൊന്നും പോകണ്ട, നമുക്ക് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ പക്ഷേ എന്നാൽ മനസ്സിലാവുന്ന രീതിയിൽ, സ്ട്രോങ് ആയിട്ട് മനസ്സിലാവുന്ന രീതിയിൽ പറയാം. സോ ഫസ്റ്റ് സ്റ്റെപ്പ് ഓഫ് ഗ്രാറ്റിറ്റ്യൂഡ് എന്ന് പറയുന്നത് ഓൾവേസ് സെലിബ്രേറ്റ് സ്മോൾ വിൻസ്. അതായത് ഞാൻ മുമ്പേ പറഞ്ഞ പോലെ നമ്മളെല്ലാവരും വലിയ വിജയങ്ങൾ, അല്ലെന്നുണ്ടെങ്കിൽ വലിയ സന്തോഷങ്ങളാണ് സെലിബ്രേറ്റ് ചെയ്യുന്നത്. പക്ഷേ നമ്മളാരും കുഞ്ഞു നമ്മുടെ ലൈഫിൽ സംഭവിക്കുന്ന കുഞ്ഞു സന്തോഷങ്ങൾ, അല്ലെന്നുണ്ടെങ്കിൽ വിൻസ്, അതായത് വിജയങ്ങൾ നമ്മൾ ആരും സെലിബ്രേറ്റ് ചെയ്യുന്നത് കാണാറില്ല. കാരണം നമ്മളെ സംബന്ധിച്ച് അതൊരു ചിലവാണ്. പക്ഷേ ചിലവ് പൈസ കൊടുത്ത് സെലിബ്രേറ്റ് ചെയ്തതിനെ പറ്റിയല്ല ഇവിടെ പറയുന്നത്. നമുക്ക് എന്തും ആകാം. ഇപ്പോൾ പുറത്ത് പോയി ഫുഡ് കഴിക്കുന്ന അത് എക്സ്പെൻസീവ് ആണ് ചില ആൾക്കാർക്ക്. പക്ഷേ എങ്കിൽ പോലും ചെറിയ എന്തെങ്കിലും റിവാർഡ്സ് കൊടുക്കുന്നതാകാം, ഇല്ലെന്നുണ്ടെങ്കിൽ ഫാമിലി ആയിട്ട് ഔട്ടിങ്ങിന് പോകുന്നതായിരിക്കാം, എന്തുമായിരിക്കാം, എന്ത് രീതിയിലുള്ളതായിരിക്കാം. അത് വലിയ എക്സ്പെൻസീവ് ആവണമെന്നില്ല. പക്ഷേ ഒരു ചെറിയ വിന്ന്, അല്ലെന്നുണ്ടെങ്കിൽ ചെറിയ ഹാപ്പി മൊമെൻറ്റ്സ് വരെ നമ്മൾ സെലിബ്രേറ്റ് ചെയ്യണം. കാരണം എന്താ വെച്ചാൽ വിൻ ഈസ് ഈക്വൽ ടു ഹാപ്പി, ചെറിയതായാലും വലുതായാലും. പക്ഷേ ഹാപ്പി ഈസ് ഈക്വൽ ടു സെലിബ്രേറ്റ് എന്നാണ്. അതുകൊണ്ട് തന്നെ ചെറിയ വിന്നാണെന്നുണ്ടെങ്കിൽ നമ്മളത് ചെറിയ വിന്നാണെന്നുണ്ടെങ്കിൽ നമ്മളതിനെ സെലിബ്രേറ്റ് ചെയ്ത് തുടങ്ങണം. ഇതിൻ്റെ ഒരു സയൻറ്റിഫിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ നമ്മൾ സെലിബ്രേറ്റ് ചെയ്തില്ല, ചെറിയ സന്തോഷങ്ങൾ നമ്മുടെ ലൈഫിൽ എപ്പോഴും വലിയ സന്തോഷങ്ങൾ ഉണ്ടാവാറില്ല. അതുകൊണ്ട് തന്നെ ചെറിയ സന്തോഷങ്ങൾ ഉണ്ടാകുമ്പോൾ നമ്മളോട്ട് മൈൻഡ് ചെയ്യത്തില്ല. അപ്പം ചെറിയ സന്തോഷങ്ങൾ നമ്മൾ മൈൻഡ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ ബ്രെയിൻ ഇവൻച്വലി തിങ്ക് ചെയ്യാൻ പോകുന്നത് ഹാപ്പിനെസ് ഈസ് നോട്ട് ഗുഡ് ഫോർ അസ്, അല്ലെന്നുണ്ടെങ്കിൽ ഗുഡ് ഫോർ മീ. ആ ഒരു രീതിയിലായിരിക്കും ബ്രെയിൻ അതിനെ റീഡ് ചെയ്യുക. അപ്പം ഇത് നമ്മളെ നല്ലപോലെ അഫക്റ്റ് ചെയ്യും. ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റ് കേൾക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് കാര്യം മനസ്സിലാവും. അതങ്ങനെ പതിയെ ഇവൻച്വലി ഹൈ സക്സസ് ആയാലും നോ ഹാപ്പിനെസ്, അതെന്നുണ്ടെങ്കിൽ എത്ര വലിയ വിജയം ഉണ്ടായാലും നമ്മൾ സാറ്റിസ്ഫൈഡ് ആവത്തില്ല, സന്തോഷിക്കത്തില്ല. ആ ഒരു സ്റ്റേജിലേക്ക് വരെ പോകും. സോ ഫസ്റ്റ് സ്റ്റെപ്പ് ഈസ് സെലിബ്രേറ്റ് സ്മോൾ വിൻസ്. അതുപോലെ തന്നെ നെഗറ്റീവ് മൈൻഡ് സെറ്റിനെ പോസിറ്റീവ് മൈൻഡ് സെറ്റിലോട്ട് അതായത് ഗ്രാറ്റിറ്റ്യൂഡിനെ കൺവേർട്ട് ചെയ്യാനായിട്ട് പറ്റും, അല്ലെങ്കിൽ ഷിഫ്റ്റ് ചെയ്യാനായിട്ട് പറ്റും. നമ്മുടെ ലൈഫിൽ എല്ലാവർക്കും അപ്സ് ആൻഡ് ഡൗൺസ് ഉണ്ടാകും. നമ്മുടെ ലൈഫ് ഈസ് ഫുൾ ഓഫ് അപ്സ് ആൻഡ് ഡൗൺസ്. സോ നമ്മൾക്ക് ഒരു അപ്പ് ഉണ്ടാകുന്ന സമയത്ത് നമ്മൾ ഭയങ്കര ഹാപ്പി ആയിരിക്കും. അതായത്
നമ്മൾ അങ്ങേയറ്റം ഹാപ്പി ആയിരിക്കും. പക്ഷെ ഒരു ഡൗൺ ഉണ്ടാകുന്ന സമയത്ത് നമ്മൾ റീഡ് ചെയ്യുന്നത് എങ്ങനെ, എനിക്ക് മാത്രം എന്താ ഇങ്ങനെ ലൈഫിൽ, എനിക്ക് മാത്രമുള്ളല്ലോ ഇങ്ങനെയൊക്കെ, ആ ഒരു രീതിയിലായിരിക്കും. പക്ഷേ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമുക്ക് സങ്കടങ്ങൾ വരിക അല്ലെന്നുണ്ടെങ്കിൽ നമ്മുടെ ലൈഫിൽ ഒരു ഡൗൺ വരിക, ഇതെല്ലാം എക്സ്പീരിയൻസ് ചെയ്യാനായിട്ടുള്ളൊരു ഓപ്പർച്യൂണിറ്റി അല്ലേ. മനസ്സിലായി? നമുക്കൊരിക്കലും 100% എന്താ പറയുന്നത്, ഹാപ്പി ആയിട്ടിരിക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് തന്നെ ഒരു ഇടയ്ക്കൊക്കെ ഒരു വിഷമങ്ങൾ വരുന്നതും ഇല്ലെന്നുണ്ടെങ്കിൽ ഇടയ്ക്കൊരു സ്ട്രഗിൾ വരുന്നതും ഇതെല്ലാം ഒരു ഓപ്പർച്യൂണിറ്റി അല്ലേ, ഒരു അവസരമല്ലേ ഇതൊക്കെ ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യാനായിട്ട്. സോ ആ ഒരു രീതിയിൽ നിങ്ങളിതിനെ കാണുക. സോ ഇനി ഹൗ ടു പ്രാക്ടീസ് ഗ്രാറ്റിറ്റ്യൂഡ്. ഇതിന് ഒരുപാട് വഴികളുണ്ട്. എങ്ങനെ ഗ്രാറ്റിറ്റ്യൂഡ് മൈൻഡ് സെറ്റ് അല്ലെങ്കിൽ ഗ്രാറ്റിറ്റ്യൂഡ് എങ്ങനെ പ്രാക്ടീസ് ചെയ്യാന്നുള്ളത് ഒരുപാട് വഴികളുണ്ട്. സോ ഞാനിവിടെ പേഴ്സണലി യൂസ് ചെയ്യുന്നൊരു മെത്തേഡ് പറഞ്ഞുതരാം. ഞാൻ എൻ്റെ ഒരു ഡയറിക്കകത്താണ് ഇത് ചെയ്യാറ്. ഇത് വേറൊരു രീതിയിൽ, കുറച്ച് മാറ്റിയുള്ള വേറൊരു രീതിയിലാണ് ഇത് പറയുന്നത്. സോ എങ്ങനെ പ്രാക്ടീസ് ചെയ്യാം, അതായത് ഗ്രാറ്റിറ്റ്യൂഡ് എങ്ങനെ പ്രാക്ടീസ് ചെയ്യാം. നമ്മൾ താങ്ക്ഫുൾ ആയിട്ടുള്ള കാര്യം, അതായത് നമുക്ക് ലൈഫിലുള്ള അല്ലെന്നുണ്ടെങ്കിൽ നമ്മളെ ഏറ്റവും കൂടുതൽ ഹാപ്പി ആക്കിയിട്ടുള്ള കാര്യങ്ങൾ ഡെയിലി ആലോചിക്കണം. അത് ഡെയിലി നിങ്ങളൊരു എല്ലാ ദിവസവും ഒരു 15 മിനിറ്റ് ഇതിനായിട്ട് മാറ്റി വയ്ക്കണം. നിങ്ങളിത് ആരോടും പറയേണ്ട ആവശ്യമൊന്നുമില്ല, നിങ്ങൾക്ക് നിങ്ങളുടേതായിട്ടുള്ള രീതിയിൽ ചെയ്താൽ മതി. ഒരു 15 മിനിറ്റ് എല്ലാ ദിവസവും മാറ്റി വയ്ക്കുക ഇതിനായിട്ട്. അത് നിങ്ങൾ എവിടെ നിന്നായിക്കോട്ടെ, നിങ്ങൾക്ക് കണ്ണടച്ചിരിക്കേണ്ട, നിങ്ങൾ എങ്ങും എഴുതാൻ വേണമെങ്കിൽ ഞാനത് പറഞ്ഞുതരാം. നിങ്ങൾക്ക് എങ്ങും കണ്ണടച്ചിരിക്കേണ്ട, ഇതിനായിട്ടൊരു ഇൻക്യുബേഷൻ കൗണ്ടേഴ്സോ അല്ലെന്നുണ്ടെങ്കിൽ ഇവിടെ നമ്മൾ മെഡിറ്റേഷൻ ചെയ്യുന്ന പോലെ മാറി ശബ്ദമില്ലാത്തടത്തിരിക്കേണ്ട, അങ്ങനെയുള്ളൊരു കാര്യമൊന്നുമില്ല. പക്ഷെ നിങ്ങൾ ആ ഒരു എവിടെ വെച്ചാണ് നിങ്ങൾ എടുക്കുന്നത്, എനിവെയർ എനി ടൈം എങ്ങനെയെങ്കിലും ഒക്കെ. സോ എവിടെ വെച്ചാണ് നിങ്ങൾ ഈ ഒരു ഗ്രാറ്റിറ്റ്യൂഡ് പ്രാക്ടീസ് ചെയ്യാനായിട്ട് എടുക്കുന്ന ടൈം, അതെന്നുണ്ടെങ്കിൽ സമയം, ആ 15 മിനിറ്റ് എന്ന് പറയുന്നത് നിങ്ങൾ 100% ഡെഡിക്കേറ്റഡ് ആയിരിക്കണം. ആ ഒരു 15 മിനിറ്റിൽ നിങ്ങൾക്ക് ലൈഫിൽ സംഭവിച്ചിട്ടുള്ള ഹാപ്പി ആയിട്ടുള്ള മൊമെൻറ്റ്സ്, നിങ്ങളെ ഹാപ്പി ആക്കിയിട്ടുള്ള മൊമെൻറ്റ്സ്, ആരൊക്കെയാണ് നിങ്ങൾ ഹാപ്പി ആക്കിയിട്ടുള്ളത്, നിങ്ങൾ ഹാപ്പി ആയിട്ടിരിക്കാൻ കാരണമായിട്ടുള്ള സാധനങ്ങൾ, അങ്ങനെയുള്ള കാര്യങ്ങളെ പറ്റിയൊക്കെ ആലോചിച്ച് നിങ്ങൾ എപ്പോഴും താങ്ക്ഫുൾ ആയിട്ടിരിക്കണം. നിങ്ങൾക്ക് എന്തിലാണോ വിശ്വാസം അവരോട് താങ്ക്സ് പറയും. ചില ആൾക്കാർക്ക് ദൈവത്തിലായിരിക്കും വിശ്വാസം, ചില ആൾക്കാർക്ക് യൂണിവേഴ്സിലായിരിക്കും വിശ്വാസം. നിങ്ങളുടെ വിശ്വാസം എവിടെയാണോ നിങ്ങൾ അവരോട് താങ്ക്സ് പറയുക. ഇപ്പം ചിലവർ ചിന്തിക്കും, എനിക്കങ്ങനെ പ്രത്യേകിച്ച് താങ്ക്സ് പറയാനായിട്ട് കാരണങ്ങളൊന്നുമില്ല. നിങ്ങൾക്ക് നല്ലൊരു ഹെൽത്ത് ഇല്ലേ, അതേപോലെ നിങ്ങൾക്ക് പാരൻസ് ഇല്ലാത്ത എത്രയോ പിള്ളേരുണ്ട്. സോ പിന്നെ അതുപോലെ തന്നെ ഫുഡില്ലേ, 4 നേരം നമുക്ക് തിന്നാൻ കിട്ടത്തില്ല. സോ അതുപോലെ നിങ്ങൾക്ക് ഷെൽട്ടർ ഇല്ലേ. സോ ഇതിനൊക്കെയാണ് നിങ്ങൾ ബേസിക്കായിട്ട് താങ്ക്ഫുൾ ആയിട്ടിരിക്കുന്നത്. ഇതൊന്നും നമ്മൾ ചിന്തിക്കത്തില്ല. അതാണ് നമ്മുടെ മൈൻഡ് സെറ്റ് നെഗറ്റിവിറ്റിയിലോട്ട് പൊക്കോണ്ടിരിക്കുന്നത്. പിന്നെ ഗ്രാറ്റിറ്റ്യൂഡ് പല ആൾക്കാരും പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്. അതായത് പ്രാക്ടീസ് ചെയ്യുന്നത് നല്ല നല്ല കാര്യങ്ങൾ സംഭവിക്കുമ്പോൾ മാത്രം ഗ്രാറ്റിറ്റ്യൂഡ് പ്രാക്ടീസ് ചെയ്യും. പക്ഷെ എന്നാൽ അങ്ങനെയല്ല, നമുക്ക് ഡെയിലി ഇത് പ്രാക്ടീസ് ചെയ്യണം. നല്ല നല്ല കാര്യങ്ങൾ മാത്രം സംഭവിക്കുമ്പോഴല്ല ഗ്രാറ്റിറ്റ്യൂഡ് പ്രാക്ടീസ് ചെയ്യേണ്ടത്. ഡെയിലി പന്നൽ സംഭവിക്കുമ്പോഴും ഒരു നെഗറ്റീവായിട്ടുള്ളൊരു കാര്യം സംഭവിക്കുമ്പോഴും എല്ലാം നമുക്ക് എന്താണോ ഉള്ളത് അതിനോട് നമ്മൾ താങ്ക്ഫുൾ ആയിട്ടിരിക്കണം. ഡെയിലി എനിവെയർ എനി ടൈം ബട്ട് 15 മിനിറ്റ്സ് നിങ്ങൾ എടുത്തിരിക്കണം ഇതിന്. ഇനി നമ്മൾ സംസാരിക്കുന്നത് 3 ബെനിഫിറ്റ്സ് ഓഫ് പ്രാക്ടീസിങ് ഗ്രാറ്റിറ്റ്യൂഡ്. അതിലൊന്നാമത്തെ ഒരു ബെനിഫിറ്റ് എന്ന് പറയുന്നത് ഇംപ്രൂവ് മെൻ്റൽ ഹെൽത്ത്. അതായത് നിങ്ങളുടെ മെൻ്റൽ ഹെൽത്തിനെ വളരെ എന്താ പറയുക, നല്ല രീതിക്ക് അത് എന്താ പറയുന്നത് ബൂസ്റ്റ് ചെയ്തെടുക്കാനായിട്ട് പറ്റും, അതായത് ബിൽഡ് ചെയ്തെടുക്കാനായിട്ട് പറ്റും. അതായത് നിങ്ങൾക്ക് ഡിപ്രഷൻ, ആൻസൈറ്റി, സ്ട്രെസ്സ് ഇങ്ങനെയുള്ള ഒരുപാട് കാര്യത്തിൽ നിന്ന് നിങ്ങൾക്ക് നല്ലൊരു റിലീഫ് ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റും, അതായത് ഈ ഗ്രാറ്റിറ്റ്യൂഡ് പ്രാക്ടീസിങ്ങിലൂടെ. അതേപോലെ ഞാൻ മുമ്പേ പറഞ്ഞ പോലെ നിങ്ങളുടെ നെഗറ്റിവിറ്റിയെ അല്ലെന്നുണ്ടെങ്കിൽ നെഗറ്റീവ് മൈൻഡ് സെറ്റിനെ 101% പോസിറ്റീവ് മൈൻഡ് സെറ്റിലോട്ട് ഷിഫ്റ്റ് ചെയ്യാൻ ഈ ഒരു പ്രാക്ടീസ് നിങ്ങളെ ഹെൽപ്പ് ചെയ്യും. രണ്ടാമത്തെ ഒരു ബെനിഫിറ്റ് എന്ന് പറയുന്നത് സ്ട്രോങ് റിലേഷൻഷിപ്പ്. ഗ്രാറ്റിറ്റ്യൂഡ് ഉള്ളപ്പം, അതായത് ഞാൻ നേരത്തെ പറഞ്ഞില്ല, ഗ്രാറ്റിറ്റ്യൂഡ് കൊടുക്കുന്നതിലും കൂടുതൽ ഗ്രാറ്റിറ്റ്യൂഡ് കിട്ടുന്നതില്ല. അപ്പം ഗ്രാറ്റിറ്റ്യൂഡ് ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മളോട് സംസാരിക്കുന്ന ഒരാൾക്ക് അവർക്ക് തോന്നും നമ്മൾ അവർക്കൊരു വാല്യൂ കൊടുക്കുന്നുണ്ട്, ഒരു പ്രയോറിറ്റി കൊടുക്കുന്നുള്ള രീതിയിൽ. അപ്പോൾ അവർക്ക് നമ്മളോടുള്ളൊരു എന്താ പറയുന്നത് അപ്രോച്ച് വേറൊരു നല്ല രീതിക്കായിരിക്കും. അതുകൊണ്ട് തന്നെ അവിടെ നല്ലൊരു കണക്ഷൻ ബിൽഡ് ആവും. സോ റിലേഷൻഷിപ്പ് എപ്പോഴും എൻഹാൻസ് ചെയ്യാൻ ഗ്രാറ്റിറ്റ്യൂഡും കൊണ്ട് ഹെൽപ്പ് ചെയ്യും. അതിൽ മൂന്നാമത്തേന്ന് പറഞ്ഞാൽ ഇമോഷണൽ റെസിലിയൻസ് ബിൽഡ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യും. അതായത് നെഗറ്റീവ് സിറ്റുവേഷൻസ് ഹാൻഡിൽ ചെയ്യാനും അതുപോലെ ലൈഫിലെ ചലഞ്ചസ് എങ്ങനെ ഓവർകം ചെയ്യാനായിട്ടുള്ളൊരു മൈൻഡ് നമുക്ക് റെഡി ആയി കിട്ടും. അതായത് എങ്ങനെ ഇതൊക്കെ ചെയ്യാമല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് അതിനുള്ളൊരു ധൈര്യം നമുക്ക് ഇതിൽ നിന്ന് കിട്ടും. നമ്മൾ വെറുതെ ഒരു ചലഞ്ച് വരുമ്പോൾ നെഗറ്റീവ് അടിച്ച് അയ്യോ എനിക്ക് പറ്റത്തില്ലല്ലോ എന്നുള്ള രീതിയിൽ നമ്മൾ ഇരിക്കത്തില്ല. നമുക്കൊരു ഐഡിയ കിട്ടും, നമുക്കൊരു മീനിങ് ഉണ്ടാവും നമ്മുടെ ലൈഫിന്. സോ അത്രയും കാര്യങ്ങളാണ് ഗ്രാറ്റിറ്റ്യൂഡിനെ പറ്റി പറയാനുള്ളത്. പിന്നെ അതേപോലെ തന്നെ നമ്മുടെ ലൈഫിൽ നല്ല കാര്യങ്ങൾ സംഭവിക്കും, അതുപോലെ തന്നെ ചീത്ത കാര്യങ്ങൾ സംഭവിക്കും. പക്ഷേ ഓൾവേസ് ഫോക്കസ് ഓൺ ഗുഡ് തിങ്സ്, പോസിറ്റീവ് തിങ്സ്. ഞാൻ നോർമലി വിശ്വസിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, എനിക്ക് ഇത്രയെങ്കിലും ഉണ്ടല്ലോ, സോ ഇതുപോലും ഇല്ലാത്ത എത്രയോ പേരുണ്ട്. നമുക്ക് അറ്റ്ലീസ്റ്റ് നമ്മുടെ തലയ്ക്ക് മേളിൽ എന്താ പറയുന്നത്
മഴ പെയ്യുമ്പോൾ വെള്ളം വീഴാതിരിക്കാനോ അതുപോലെ തന്നെ വെയിലടിക്കുമ്പോൾ ചൂടടിക്കാതിരിക്കാനും ഒരു മേൽക്കൂരയുണ്ട്, ഒരു റൂഫ് ടോപ്പ് ഉണ്ട്. അതുപോലും ഇല്ലാത്ത എത്രയോ പേരുണ്ടാവും അല്ലേ? സോ ദിസ് ഈസ് ബേസിക്കലി വാട്ട് ഈസ് ഗ്രാറ്റിറ്റ്യൂഡ് ആൻഡ് ഗ്രാറ്റിറ്റ്യൂഡ് പ്രാക്ടീസിങ്. സോ ഇഫ് യു ഹാവ് എനി ഡൗട്ട്സ് ലെറ്റ് മീ നോ ഇൻ ദ കമൻറ്റ് സെക്ഷൻ. യാ, അത്രയൊക്കെ ഉള്ളൂ. സോ see you guys in the next video. Bye bye.